അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇഖ്റ ഓൺലൈൻ സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ കേട്ടറ്റിൻ്റെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും അറബിക് പെഡഗോഗി, അതേപോലെ തന്നെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം, ഗ്രാമർ, നഹ്വ്, ബലാഗ എല്ലാം നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ മലയാളത്തിൽ വീഡിയോസ് വളരെ കുറവാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയാലും നമ്മുടെ പഠിതാക്കളായാലും ഒരുപാട് ആളുകൾ നിരന്തരമായി റിക്വസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് മലയാളം വീഡിയോസ് ചെയ്യണമെന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ മലയാളത്തിൽ കേട്ടറ്റിന് ചോദ്യങ്ങളായി വന്നിട്ടുള്ള വിവിധ വർഷങ്ങളിലെ ചോദ്യങ്ങളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നിലധികം പാർട്ടുകളായിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഏതായാലും ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഓരോ ചോദ്യവും നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടേതായിട്ടുള്ളൊരു ആൻസറിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ചോദ്യങ്ങൾക്ക് ഇവിടെ ശരിയാക്കാൻ പറ്റി എന്ന് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം വായിക്കാം. കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? ഓപ്ഷൻ എ കെ ഇ മത്തായി, ഓപ്ഷൻ ബി പി സി ഗോപാലൻ, ഓപ്ഷൻ സി കെ എം മാത്യൂസ്, ഓപ്ഷൻ ഡി ജോർജ് വർഗീസ്. ആരുടേതാണ്? ജോർജ് വർഗീസിൻ്റെ തൂലികാനാമമാണ് കാക്കനാടൻ എന്നുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി ഓപ്ഷൻ എ കെ ഇ മത്തായി, അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ് പാറപ്പുറത്ത്. പി സി ഗോപാലൻ, അദ്ദേഹത്തിൻ്റെ തൂലികാനാമം നന്ദനാർ. കെ എം മാത്യൂസ്, അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ് ഏകലവ്യൻ. ഇതേപോലെ പ്രധാനപ്പെട്ട കവികളുടെയെല്ലാം തൂലികാനാമങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. എന്തായാലും ഒരു മാർക്കിനൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. ഓമന തിങ്കൾക്കിടാവോ നല്ല കോമള താമര പൂവോ എന്ന വരികൾ എഴുതിയത് ആര്? അപ്പോൾ ഇത്തരം ഒരു കവിതാ ശകലം നൽകിയിട്ട് നമ്മോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കതിന് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നല്ല വായനാശീലം ഉണ്ടായിരിക്കണം അല്ലേ? കവിതകളൊക്കെ വായിച്ച് പരിചയമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റും. അതല്ല എങ്കിൽ പ്രധാനപ്പെട്ട കവികളുടെ പ്രധാനപ്പെട്ട ചില വരികളുണ്ടാകും. ഇതൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് പരിചയമുള്ള വരികളാണല്ലേ. ഇതേപോലെ എന്താണ് ഫേമസ് ആയിട്ടുള്ള വരികൾ എന്ത് ചെയ്യണം? നമ്മൾ കാണാതെ പഠിച്ചിട്ട് അത് ആരുടേതാണ് എന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഈ കവിത എഴുതിയിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. ഓപ്ഷൻ എ ഉണ്ണായി വാര്യർ, ഓപ്ഷൻ ബി കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള, ഓപ്ഷൻ സി ഇരയിമ്മൻ തമ്പി, ഓപ്ഷൻ ഡി കോട്ടയത്ത് തമ്പുരാൻ. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഇരയിമ്മൻ തമ്പി. അദ്ദേഹമാണ് ഈ വരികളുടെ രചയിതാവ്. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദി എന്ന വാക്കിൻ്റെ പര്യായ പദമായി വരുന്ന പദജോടി ഏത്? പര്യായ പദങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ. ഓപ്ഷൻ എ സരിത്ത്, തടിനി, ഓപ്ഷൻ ബി തരങ്കിണി, ജലധി, ഓപ്ഷൻ സി വാഹിനി, വാരിധി, ഓപ്ഷൻ ഡി പയസ്വിനി, വാബി. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സരിത്ത്, തടിനി എന്നുള്ളതാണ് ശരിയായി വരുന്ന പദജോടി. അടുത്ത ക്വസ്റ്റ്യൻ. 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ ഏത്? 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ ഏത്? ഓപ്ഷൻ എ സബർക്ക ക്രാന്തി, ഓപ്ഷൻ ബി മുഴക്കം, ഓപ്ഷൻ സി മീശ, ഓപ്ഷൻ ഡി പുറ്റ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സബർക്ക ക്രാന്തി. മലയാളത്തിലെ ഒരു നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ വി ഷിനിലാലാണ് ഈ നോവലിൻ്റെ രചയിതാവ്. അദ്ദേഹത്തിൻ്റെ ഈ നോവലിനാണ് 2022 കേരള സാഹിത്യ അക്കാദമി
അവാർഡ് ലഭിച്ചത്. 2021 പുറ്റ് എന്ന നോവലിനായിരുന്നു ലഭിച്ചിരുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് വിനോയ് തോമസിൻ്റെ പുറ്റ് എന്ന നോവലിനാണ് 2021 അവാർഡ് ലഭിച്ചത്. 2023 ഈ അവാർഡ് ലഭിച്ചതാർക്കാണ്? ഹരിത സാവിത്രി എന്ന നോവലിസ്റ്റിനാണ്. അവരുടെ നോവലിൻ്റെ പേര് സീൻ എന്നായിരുന്നു. സീൻ എന്ന നോവലിനാണ് 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ഈ ഓപ്ഷനിൽ കാണുന്ന ഓപ്ഷൻ സി മീശ എന്നുള്ള നോവലിന് 2019 ഈ അവാർഡ് ലഭിച്ചിരുന്നത്. എസ് ഹരീഷിൻ്റെ മീശ, അതിന് 2019 ഇങ്ങനെ അവാർഡ് ലഭിച്ചത്. ആടുജീവിതം ബെന്യാമീൻ്റെ ആടുജീവിതം, അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് 2009 അവാർഡ് ലഭിച്ചത്. ഇനി ഈ ഓപ്ഷനിലെ ഓപ്ഷൻ ബി മുഴക്കം. ഈ മുഴക്കം എന്നുള്ളത് ഒരു ചെറുകഥയാണ്. 2022 ചെറുകഥാ വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് പി.എഫ്. മാത്യൂസിൻ്റെ മുഴക്കം എന്നുള്ള ഈ ചെറുകഥക്കായിരുന്നു. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഓപ്ഷനൊക്കെ നമ്മൾ ചർച്ച ചെയ്തല്ലോ. ഇതേപോലെ ആയിരിക്കണം. നിങ്ങൾക്കൊരു ഓപ്ഷൻ കിട്ടിയാൽ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇവിടെ വായിച്ചത്, ഓപ്ഷൻ കിട്ടിയാൽ ആ ഓപ്ഷനിൽ കാണുന്ന മറ്റു വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ടവരാരാണ്, എന്താണ് എന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ പഠിച്ചു പോവേണ്ടത്. അതല്ലാതെ ഒരു ചോദ്യം വായിച്ചു ആ ചോദ്യത്തിന് ആൻസർ കണ്ടെത്തി പോവുകയില്ല. അതിനപ്പുറത്ത് ബാക്കി 3 ഓപ്ഷനുകൾ ഒന്നുകിൽ 3 നോവലുകളായിരിക്കും, അല്ലെങ്കിൽ 3 ചെറുകഥയായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയമായിരിക്കും. ഇതിന് എന്തൊക്കെ ബന്ധമുണ്ട് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ ആഴത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഈ രൂപത്തിൽ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം വിഷയങ്ങളിലൊക്കെ കണ്ടെത്തുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ ചെറുകഥ, ഓപ്ഷൻ ബി നോവൽ, ഓപ്ഷൻ സി നിരൂപണം, ഓപ്ഷൻ ഡി നാടകം. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി നോവൽ. കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ, ഇത് ആരുടേതാണ്? നോവലിസ്റ്റായ ആർ രാജശ്രീ രചിച്ച നോവലാണ്. ആർ രാജശ്രീ. ഈ നോവലിനൊരു പ്രത്യേകതയുണ്ട്. 2021 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ഈ നോവലിനായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അതിരാണിപ്പാടത്തെ പുതിയ തലമുറയുടെ കാവൽക്കാര, അതിക്രമിച്ച് കടന്നത് പൊറുക്കൂ, പഴയ കൗതുക വസ്തുക്കൾ തേടി നടക്കുന്ന ഒരു പരദേശിയാണു ഞാൻ. ഈ സംഭാഷണം മലയാളത്തിലെ ഏത് നോവലിൽ ഉള്ളതാണ്? നമ്മൾ നേരത്തെ കവിതയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമുക്ക് വൈഡായിട്ടുള്ള വായനാശീലമുണ്ടായിരിക്കണം. മലയാള സാഹിത്യങ്ങളൊക്കെ നല്ലതുപോലെ വായിക്കുന്ന ആളുകൾക്കാണ് ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ പ്രയാസമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉത്തരം എഴുതുവാൻ സാധിക്കുള്ളൂ. അതല്ലാതെ ഇത് കാണാതെ പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അതറിയാലോ. ഒരു നോവലിൽ നിന്ന് 2 വരികൾ കൊടുത്തിട്ട് ഇത് എവിടെ നിന്നാന്ന് എന്ന് എല്ലാം നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല. പക്ഷേ എന്ത് ചെയ്യണം, നമുക്ക് വായനാശീലം ഉണ്ടെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതാം. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ തച്ചൻകുന്ന് സ്വരൂപം, ഓപ്ഷൻ ബി ദൈവത്തിൻ്റെ വികൃതികൾ, ഓപ്ഷൻ സി ഒരു ദേശത്തിൻ്റെ കഥ, ഓപ്ഷൻ ഡി ലത്തൻ ബത്തേരിയിലെ ലുത്തിനീയകൾ. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഒരു ദേശത്തിൻ്റെ കഥ. എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിൽ നിന്നുള്ള വരികളാണിത്. ഇതിലെ ഓപ്ഷൻ എ തച്ചൻകുന്ന് സ്വരൂപം. തച്ചൻകുന്ന് സ്വരൂപം എന്നുള്ളത് ആരുടെ രചനയാണ്? UK കുമാരൻ്റെ രചനയാണ് തച്ചൻകുന്ന് സ്വരൂപം. 2015 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും 2016
വയലാർ അവാർഡൊക്കെ ലഭിച്ചിട്ടുള്ള രചനയാണ് തച്ചൻ കുന്ന് സ്വരൂപം, UK കുമാരൻ. അതേപോലെ തന്നെ ഓപ്ഷൻ ബി ദൈവത്തിൻ്റെ വികൃതികൾ. ദൈവത്തിൻ്റെ വികൃതികൾ എന്നുള്ളത് പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, ചലച്ചിത്രമായിട്ടുണ്ട്. അത് മുകുന്ദൻ്റെ നോവലാണ്. അതുപോലെ ഓപ്ഷൻ ഡി ലത്തൻ ബത്തേരിയിലെ ലുത്തിനീയകൾ. ഇത് ആരുടെ രചനയാണ്? ഇത് NS മാധവൻ്റെ രചനയാണിത്. ഈ നോവൽ രാജേഷ് രാജമോഹൻ ലിത്തിനീസ് ഓഫ് ദ ഡച്ച് ബാറ്ററി എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കാഹള ശബ്ദം എന്ന പദം വിഗ്രഹിച്ച് എഴുതുന്നത് എങ്ങനെ? കാഹള ശബ്ദം, ഈ പദമാണ് വിഗ്രഹിച്ച് എഴുതേണ്ടത്. ഓപ്ഷൻ എ കാഹളം പോലുള്ള ശബ്ദം, ഓപ്ഷൻ ബി കാഹളത്തിൻ്റെ ശബ്ദം, ഓപ്ഷൻ സി കാഹളവും ശബ്ദവും, ഓപ്ഷൻ ഡി കാഹളമാകുന്ന ശബ്ദം. ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി കാഹളത്തിൻ്റെ ശബ്ദം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അഗ്നി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏത്? അഗ്നി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏത്? ഓപ്ഷൻ എ അനിലൻ, ഓപ്ഷൻ ബി അനലൻ, ഓപ്ഷൻ സി അനഘൻ, ഓപ്ഷൻ ഡി അരുണൻ. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അനലൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ചെറുകഥയുടെ സൗന്ദര്യശാസ്ത്രവും ചരിത്രവും അന്വേഷിക്കുന്ന വാക്കും വഴിയും എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഡോക്ടർ KS രവികുമാർ. അദ്ദേഹത്തിൻ്റേതാണ് വാക്കും വഴിയും എന്ന കൃതി. അതൊരു ചെറുകഥയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? തൂലികാ നാമങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആനന്ദ്, സച്ചിദാനന്ദൻ, അത് ശരിയാണ്. ഓപ്ഷൻ ബി കാനം, EG ഫിലിപ്പ്, അതും ശരിയാണ്. ഓപ്ഷൻ സി പാറപ്പുറത്ത്, KE മത്തായി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഓപ്ഷൻ ഡി പ്രേംജി എന്നുള്ളത് VT ഭട്ടതിരിപ്പാടിൻ്റെ തൂലികാ നാമമല്ല, അത് MP ഭട്ടതിരിപ്പാടിൻ്റെ തൂലികാ നാമമാണ് പ്രേംജി എന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായി വന്നിരിക്കുന്നത്. MP ഭട്ടതിരിപ്പാടിൻ്റെ തൂലികാ നാമമാണ് പ്രേംജി എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാഹസ പ്രവൃത്തി ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാത്ത ശൈലി ഏതാണ്? സാഹസ പ്രവൃത്തി ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാത്ത ശൈലിയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷനുകൾ വായിക്കാം. നൂൽപ്പാലത്തിലൂടെ നടക്കുക, അത് സാഹസ പ്രവൃത്തിയാണല്ലേ. തേടിയ വള്ളി കാലിൽ ചുറ്റി, അത് സാഹസിക പ്രവൃത്തിയാണോ? പൂച്ചയ്ക്ക് മണി കെട്ടുക, ഭഗീരഥ പ്രയത്നം ചെയ്യുക. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി തേടിയ വള്ളി കാലിൽ ചുറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അനുപ്രയോഗ വിഭാഗത്തിൽ ഉൾപ്പെടാത്തതിന് ഉദാഹരണമേത്? അനുപ്രയോഗ വിഭാഗമൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് അനുപ്രയോഗ വിഭാഗം? പഠിച്ചു കൊണ്ടിരിക്കുന്നു, പറഞ്ഞു തീർന്നിട്ടുണ്ടായിരുന്നു, പറഞ്ഞു പോയി, യാത്ര പോയി. ഏതാണ് കറക്റ്റ് ആൻസർ? അനുപ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൂർണ്ണക്രിയയുടെ രൂപത്തെയോ അർത്ഥത്തെയോ പരിഷ്കരിക്കുന്നതിന് വേണ്ടി അതിന് പിന്നാലെ പ്രയോഗിക്കുന്ന അപ്രധാന ക്രിയകളെ അനുപ്രയോഗം എന്ന് പറയുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ചെയ്തു, ചെയ്തിട്ടുണ്ട്, പറഞ്ഞു, പറഞ്ഞു പോയി, അപേക്ഷിച്ചു, അപേക്ഷിച്ചു കൊള്ളുന്നു. ഇങ്ങനെ പറയുന്നതിനാണ് അനുപ്രയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരാത്തതിൽ ഏതാണ്? പഠിച്ചു, പഠിച്ചു കൊണ്ടിരിക്കുന്നു, പറഞ്ഞു, പറഞ്ഞു തീർന്നിട്ടുണ്ടായിരുന്നു, പറഞ്ഞു, പറഞ്ഞു പോയി. ഇതെല്ലാം അനുപ്രയോഗമാണ്. എന്നാൽ യാത്ര പോയി എന്നുള്ളത് എന്തെല്ലാം? അത് യാത്ര പോയി എന്നുള്ളത്, യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു മീനിങ് കിട്ടുന്നില്ലല്ലോ. യാത്ര പോയി എന്ന് തന്നെ പറയണല്ലേ.
മറ്റതൊക്കെ പറഞ്ഞു എന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് ചെയ്തു പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ അതൊന്നുകൂടി അതിനെന്താണെന്ന് പരിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു പോയി എന്ന് പറയുന്നതിൽ. അതേപോലെ ഇവിടെയും പറഞ്ഞു, പിന്നെ പറഞ്ഞു തീർന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് പരിഷ്കരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പഠിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ യാത്ര എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ മതിയാവുന്നില്ല. യാത്ര പോയി എന്ന് പറയുമ്പോഴാണ് അത് ശരിയാവുന്നതില്ലേ. അപ്പോൾ അതെന്തല്ല, അനുപ്രയോഗമല്ല. അവിടെ ഒരു പരിഷ്കരിച്ചിട്ട് ഒരു കാര്യം വന്നിട്ടില്ലല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം എന്ത്? എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടുക. ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിൻ്റെ ആൻസർ കറക്റ്റിലേക്ക് എത്താൻ പറ്റും. ഇതേപോലെ അനുപ്രയോഗം അതേപോലെ തന്നെ നമ്മൾ ഓപ്ഷനെ കുറിച്ചൊന്ന് പഠിക്കുക. നമുക്കൊന്നും അറിയില്ല എന്ന് വിചാരിക്കുക, എന്നാലും ഈ ഓപ്ഷനിൽ 3 എണ്ണത്തിൽ നിന്ന് മറ്റൊന്നിനെ എങ്ങനെ വ്യത്യസ്തമാക്കുന്നു എന്ന് നമ്മൾ ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ അനുപ്രയോഗം എന്താണെന്ന് കിട്ടിയിട്ടില്ലെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇത്തരം ചോദ്യങ്ങളൊക്കെ തന്നെ നമുക്കിതിൻ്റെ ഓപ്ഷൻ വായിച്ച് നോക്കാം. വിഡ്ഢിത്തം കാണിക്കുക. ഓപ്ഷൻ ബി, അപകടം ക്ഷണിച്ചു വരുത്തുക. ഓപ്ഷൻ സി, വെറുതെ ആപത്തിൽ ചാടുക. ഓപ്ഷൻ ഡി, വിഡ്ഢിത്തം കൊണ്ട് നാശം വരുത്തുക. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, വിഡ്ഢിത്തം കൊണ്ട് നാശം വരുത്തുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇതും വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നല്ലതുപോലെ വായിച്ച് ചിന്തിച്ച് ഉത്തരം എഴുതണം. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അത്തരത്തിൽപ്പെട്ടൊരു ചോദ്യമാണിത്. ഓപ്ഷൻ എ, വാഹനത്തിൽ ഏകദേശം 100ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു. ഈ വാക്യത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ വാഹനത്തിൽ 100ഓളം കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് മതി. 100ഓളം എന്ന് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നൊരു ഏകദേശത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ലല്ലേ. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. ഓപ്ഷൻ ബി, അയാൾ വീണ്ടും ഒരിക്കൽ കൂടി ആ കഥ പറഞ്ഞു. വീണ്ടും ഒരിക്കൽ കൂടി, അതിൻ്റെ ആവശ്യമുണ്ടോ? അയാൾ വീണ്ടും ആ കഥ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരെ. വീണ്ടും ഒരിക്കൽ കൂടി എന്നതിൻ്റെ ആവശ്യം പിന്നെ അവിടെ വരുന്നില്ല അല്ലേ. അപ്പോൾ അതും എന്താണ്, അവിടെ തെറ്റാണ്. ഓപ്ഷൻ സി, സ്വയം ആത്മപ്രശംസ നടത്തുന്നവർ ധാരാളമുണ്ട്. സ്വയം ആത്മപ്രശംസ, ഇത് രണ്ടിൻ്റെയും ആവശ്യമുണ്ടോ? ആത്മപ്രശംസ നടത്തുന്നവർ ധാരാളമുണ്ട് എന്ന് പറഞ്ഞാൽ മതിയില്ലേ. ആത്മപ്രശംസ എന്ന് പറയുന്നത് പിന്നെ അവിടെ സ്വയത്തിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. അതുകൊണ്ട് ഇത് എന്താണ്, അവിടെ തെറ്റാണ്. ഓപ്ഷൻ ഡി, ആപത്തിൽ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. ഇതാണിവിടെ കറക്റ്റായിട്ട് വന്നിരിക്കുന്ന വാക്യം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഒരു ചൊല്ലുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന ചൊല്ലിൻ്റെ ആശയവുമായി സാമ്യമുള്ള പഴഞ്ചൊല്ലി ഏത്? അഴകുള്ള ചക്കയിൽ ചുളയില്ല. ഓക്കെ, നമുക്ക് ഓപ്ഷനുകൾ വായിക്കാം. ഓപ്ഷൻ എ, കൗതുകമുള്ളതിന് കാതൽ കുറയും. ഓപ്ഷൻ ബി, ചന്തമുള്ളതിനെന്തിനാ ചായം തേപ്പ്. ഓപ്ഷൻ സി, അടുക്കളത്തൂണിന് അഴകെന്തിന്. ഓപ്ഷൻ ഡി, അടുപ്പുകല്ലിന് അഴുകു വേണമോ. ഏതാണ് കറക്റ്റ് ആൻസർ? അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന ചൊല്ലിൻ്റെ ആശയത്തോട് യോജിച്ച് വരുന്നത് ഏതാണ്? ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ. കൗതുകമുള്ളതിന് കാതൽ കുറയും, ഇതാണ് കറക്റ്റ് ആൻസർ. അഴകുള്ള ചക്കയിൽ ചുളയില്ല, ആ ചുള എന്ന് പറയുന്ന എൻ്റെ പ്രധാനപ്പെട്ട കാര്യമില്ലല്ലോ അവിടെ. അതേപോലെ ആശയം വരുന്നത് ഏതാണ്? കൗതുകമുള്ളതിന് കാതൽ കുറയുമെന്ന ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ, എസ് ഗുപ്തൻ നായർ. ഓപ്ഷൻ ബി, ജോസഫ് മുണ്ടശ്ശേരി. ഓപ്ഷൻ സി, കുട്ടിക്കൃഷ്ണ മാരാർ. ഓപ്ഷൻ ഡി, എം ലീലാവതി. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹമാണ് കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ
ശുക്രനക്ഷത്രം എന്ന് വിളിച്ചത്? അടുത്ത ക്വസ്റ്റ്യൻ, ലേഖകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏത്? ഇതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിൽ വിശദമായിട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്യും. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇൻഷാ അല്ലാഹ് നൽകുന്നതാണ്. ഓപ്ഷൻ എ ലേഖക, ഓപ്ഷൻ ബി ലേഖകി, ഓപ്ഷൻ സി ലേഖിനി, ഓപ്ഷൻ ഡി ലേഖിക. ഏതാണ് കറക്റ്റ് ആൻസർ? ലേഖകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ലേഖിക എന്നതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള പാണിനീയ ഭാഷ്യം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ ആർ രാജരാജവർമ്മ, ഓപ്ഷൻ ബി പ്രൊഫസർ CL ആൻ്റണി, ഓപ്ഷൻ സി വി വാസുദേവ ഭട്ടത്തിരി, ഓപ്ഷൻ ഡി കോവുണ്ണി നെടുങ്ങാടി. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി പ്രൊഫസർ CL ആൻ്റണി. അദ്ദേഹത്തിൻ്റെതാണ് കേരള പാണിനീയ ഭാഷ്യം എന്ന ഗ്രന്ഥം. ഈ ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ കൊടുത്തിരിക്കുന്നത് AR രാജരാജവർമ്മ എന്നാണ്. നമ്മളെ പെട്ടെന്ന് തന്നെ നമ്മളെന്താണ് ഉത്തരം തെറ്റിക്കുന്നതിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഓപ്ഷനാണിത്. കാരണം AR രാജരാജവർമ്മ അദ്ദേഹത്തിൻ്റെ രചനയുണ്ട്. ഏതാണത്? മലയാള ഭാഷാ വ്യാകരണ ഗ്രന്ഥമായ കേരള പാണിനീയം. കേരള പാണിനീയം ആരുടേതാണ്? AR രാജരാജവർമ്മയുടേതാണ്. എന്നാൽ കേരള പാണിനീയ ഭാഷ്യം എന്നത് പ്രൊഫസർ CL ആൻ്റണിയുടേതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, രണ്ട് ഒരേ പേരിൽ വരുന്ന അല്ലെങ്കിൽ ഏകദേശം ഒരേ പേരിനുമായി യോജിച്ച് വരുന്ന രണ്ട് രചനകൾ, പക്ഷെ അതിൻ്റെ രണ്ടിൻ്റെയും രചയിതാക്കൾ രണ്ട് പേരാണ്. അപ്പോൾ രണ്ടും എന്ത് ചെയ്യണം? നിങ്ങൾ നോട്ട് ചെയ്ത് മനസ്സിലാക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ രണ്ടു പേർ ചേർന്ന് എഴുതിയ നോവൽ ഏതാണ്? ഇടക്കാലത്ത് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ തുടരെ വരുന്നത് കാണാൻ സാധിക്കും. ഇതിന് മുമ്പത്തെ വർഷം ഇതേപോലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ എ അഗ്നിസാക്ഷി, ഓപ്ഷൻ ബി അസുരവിത്ത്, ഓപ്ഷൻ സി അമാവാസി, ഓപ്ഷൻ ഡി ആഗ്നേയം. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അമാവാസി. അമാവാസി എന്നുള്ള ഈ നോവൽ എഴുതിയിരിക്കുന്നത് മാധവിക്കുട്ടിയും KL മോഹനവർമ്മയുമാണ്. KL മോഹനവർമ്മ, മാധവിക്കുട്ടി ഇവർ രണ്ടുപേരും ഒന്നിച്ച് എഴുതിയ നോവലാണ് അമാവാസി. എന്നാൽ ഈ ഓപ്ഷനിൽ കാണുന്ന അഗ്നിസാക്ഷി, അസുരവിത്ത്, ആഗ്നേയം ഇതെല്ലാം എന്താണ് എന്ന് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് വേണമല്ലോ പണിയില്ലേ, ഞാൻ പലതും വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്ഷനിൽ കാണുന്ന ഈ മൂന്ന് കാര്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തമ പുരുഷ സർവനാമ പദം ഏതാണ്? ഓപ്ഷൻ എ ഞാൻ, ഓപ്ഷൻ ബി നീ, ഓപ്ഷൻ സി അയാൾ, ഓപ്ഷൻ ഡി താൻ. ഇതൊന്നും കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പഠിക്കാവുന്നതാണ്. ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഞാൻ എന്നുള്ളതാണ് ഉത്തമ പുരുഷ സർവനാമ പദമായി ഇവിടെ വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വരി നൽകിയിട്ട് ഇത് ഏത് രചനയിലെ വരികളാണ് എന്നാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. ഹാ സുഖങ്ങൾ വെറും ജാലം, ആരറിവു നീ അതിഥൻ, ത്രാസ് പൊങ്ങുന്നതും താനെ താണു പോവതും. ഈ വരികൾ ഏത് കൃതിയിലേതാണ്? ഓപ്ഷൻ എ പിങ്കള, ഓപ്ഷൻ ബി നളിനി, ഓപ്ഷൻ സി കരുണ, ഓപ്ഷൻ ഡി മഗ്ദലന മറിയം. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി കരുണ. കരുണ എന്ന കവിത കുമാരനാശൻ്റേതാണ്. അതേപോലെ തന്നെ ഓപ്ഷൻ ബി നളിനി എന്നുള്ളതും കുമാരനാശാൻ്റെ കവിതയാണ്. ഓപ്ഷൻ എ പിങ്കള എന്നുള്ളത് ഉള്ളൂരിൻ്റെ കവിതയാണ്. ഓപ്ഷൻ ഡി മഗ്ദലന മറിയം എന്നുള്ളത് വള്ളത്തോൾ നാരായണ മേനോൻ്റെ കവിതയാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഈ വരികൾ കുമാരനാശാൻ്റെ കരുണ എന്ന കൃതിയിൽ നിന്നുള്ളതാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഇവിടെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ ശരിയായ പദമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഏതാണ് ഇവിടുത്തെ ശരിയായ പദം? ഇവിടെ ശരിയായി വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്, സ്വാദിഷ്ടം എന്ന്. ഇതാണ് കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലക്ഷ്യം എന്ന അർത്ഥമുള്ള പദം ഏത്? ഓപ്ഷൻ എ ഉദ്ദേശിക, ഓപ്ഷൻ ബി ഉദ്ദേശ്യം, ഓപ്ഷൻ സി ഉദ്ദീപിതം, ഓപ്ഷൻ ഡി ഉദ്ദേശം. ഏതാണ് കറക്റ്റ് ആൻസർ? ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ഉദ്ദേശ്യം. ഇതാണ് ലക്ഷ്യം എന്ന അർത്ഥത്തിൽ വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രയോജിക വിഭക്തി ചേർന്ന പദത്തിന് ഉദാഹരണമേത്? പ്രയോജിക വിഭക്തി ചേർന്ന പദത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ മാതങ്കിയോട്, ഓപ്ഷൻ ബി മാതങ്കിയുടെ, ഓപ്ഷൻ സി മാതങ്കിയാൽ, ഓപ്ഷൻ ഡി മാതങ്കിയെ. ഏതാണ് കറക്റ്റ് ആൻസർ? ആദ്യം എന്താണ് പ്രയോജിക വിഭക്തി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇത് വിശദമായിട്ട് ഞാൻ ചർച്ച ചെയ്യുന്നില്ല, അത് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാവുന്നതാണ്. ഇവിടെ പ്രയോജിക വിഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാമത്തിനോട് ആൽ എന്ന പ്രത്യയം ചേർക്കുന്നതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ രാമനാൽ, രാധയാൽ, ഇങ്ങനെ ആൽ എന്ന പ്രത്യയം ചേർക്കുന്നതാണ് പ്രയോജിക വിഭക്തി. അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കാം. മാതങ്കിയോട് ആൽ എന്ന പ്രത്യയമുണ്ടോ? ഇല്ല. മാതങ്കിയുടെ, അവിടെയും ഇല്ല. മാതങ്കിയാൽ, ഇവിടെ ആൽ എന്ന പ്രത്യയം ചേർത്തിരിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അറിവ് സമ്പാദിക്കുന്നതിന് ആഗ്രഹിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏത്? ഓപ്ഷൻ എ പിബഡിഷ്ട, ഓപ്ഷൻ ബി പിബാസു, ഓപ്ഷൻ സി ജിജ്ഞാസു, ഓപ്ഷൻ ഡി ഉൽപ്പതിഷ്ണു. ഏതാണ് കറക്റ്റ് ആൻസർ? അറിവ് സമ്പാദിക്കുന്നതിന് ആഗ്രഹിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ജിജ്ഞാസു എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രമിച്ചാൽ ശ്രേയസ്സുണ്ടാകും എന്ന അർത്ഥമുള്ള പഴഞ്ചൊല്ല് ഏതാണ്? ഓപ്ഷൻ എ അരച്ചത് കൊണ്ടുപോയി ഇടിക്കുക, ഓപ്ഷൻ ബി ചക്കയോളം കൊത്തിയാലേ ഉലക്കയോളം കിട്ടൂ, ഓപ്ഷൻ സി വെയിൽ കൊണ്ടെങ്കിലേ തണലിൻ്റെ ഗുണമറിയൂ, ഓപ്ഷൻ ഡി എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ എം.ടി. വാസുദേവൻ നായരുടെ കഥാപാത്രങ്ങളിൽ ഉൾപ്പെടാത്ത ജോഡി ഏത്? അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന 3 ഓപ്ഷനുകളും എം.ടി. വാസുദേവൻ നായരുടെ കഥാപാത്രങ്ങളിൽ പെട്ടതാണ്. എന്നാൽ ഒന്ന് മാത്രമാണ് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ എം.ടി. വാസുദേവൻ നായരുടെ കഥാപാത്രങ്ങളിൽ ഉൾപ്പെടുന്നത് ആദ്യം നോക്കാം. ഓപ്ഷൻ എ സേതു. സേതു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിൽ പെട്ടതാണ്. സുമിത്ര, സേതു സുമിത്ര എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കാലം എന്ന നോവലിലെ 2 കഥാപാത്രങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കാലം എന്ന നോവലിലെ 2 കഥാപാത്രങ്ങളാണ് സേതു സുമിത്ര. അതേപോലെ ഓപ്ഷൻ സി സുധീർ കുമാർ മിശ്ര, അതേപോലെ വിമല, ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ മഞ്ഞ് എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ്. ഓപ്ഷൻ ഡി വേലായുധൻ അമ്മുക്കുട്ടി. വേലായുധൻ അമ്മുക്കുട്ടി എന്നത് അദ്ദേഹത്തിൻ്റെ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന കഥയിലെ 2 കഥാപാത്രങ്ങളാണ്. ആ കഥയിൽ വേറെയും പല കഥാപാത്രങ്ങളുമുണ്ട്. അച്യുതൻ നായർ, ഗോപി, ശങ്കരൻകുട്ടി എന്നിവരെല്ലാം ആ കഥയിലെ കഥാപാത്രങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ മനസ്സിലായിട്ടുണ്ടാകും. ഓപ്ഷൻ ബി ആണ് അദ്ദേഹത്തിൻ്റെ
കഥാപാത്രങ്ങളിൽ ഉൾപ്പെടാത്ത ജോഡി. ദാസൻ ചന്ദ്രിക. ദാസൻ ചന്ദ്രിക ഈ രണ്ട് കഥാപാത്രങ്ങൾ എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിൽ നിന്നുള്ള കഥാപാത്രങ്ങളാണ്. എം മുകുന്ദൻ്റെ നോവലിലെ കഥാപാത്രങ്ങളാണ് ദാസൻ ചന്ദ്രിക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ രചയിതാവും കൃതിയും ശരിയായി വരാത്ത ജോഡി ഏത്? രചയിതാവും കൃതിയും ശരിയായി വരാത്ത ജോഡി ഏത്? ഇവിടെ ഓപ്ഷൻ എ തന്നെയാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ദൈവത്താർ. ദൈവത്താർ എന്നുള്ളത് കാവാലം നാരായണ പണിക്കർ എഴുതിയ കാവ്യനാടകമാണ്. കാവാലം നാരായണ പണിക്കർ എഴുതിയ കാവ്യനാടകമാണ് ദൈവത്താർ എന്നുള്ളത്. ബാക്കി വരുന്ന ജോഡികളെല്ലാം വളരെ കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.